വളരെ ടേസ്റ്റിയായ ഈ ചായക്കടി തയ്യാറാക്കാൻ 5 മിനിറ്റ് പോലും ആവശ്യമില്ല. അതിനുവേണ്ടി 200 ml ബൗളിൽ ഒരു ബൗൾ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അപ്പത്തിന് പൊടിച്ച അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ളതാണെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ എടുത്താലും മതി. എന്നിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായം പൊടിയും ഉപ്പും ആവശ്യത്തിനിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഉപ്പിടുമ്പോൾ കൂടി പോകാതെ നോക്കണം. നമ്മൾ പപ്പട ബജിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് കൂടി പോകരുത്. മാവിന് വേണ്ട ഉപ്പ് മാത്രം ഇടണം. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് അല്പാൽപ്പം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുമിച്ച് ഒഴിച്ചാൽ കട്ട കെട്ടിപ്പോകും. അതുകൊണ്ട് കുറച്ച് വീതം വേണം ഒഴിച്ച് കലക്കേണ്ടത്. എന്നിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ. ഇങ്ങനെ തയ്യാറാക്കിയ മാവിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അത് വേണമെന്ന് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മാവ് കലക്കിയിട്ട് ഒരുപാട് സമയം വച്ചിരിക്കുകയൊന്നും വേണ്ട. ഉടൻ തന്നെ നമുക്ക് ബജി ഉണ്ടാക്കാം. ബജി ഉണ്ടാക്കുന്നതിന് വേണ്ടി പപ്പടം എടുത്ത് അതിൻ്റെ പൊടി തട്ടി മാറ്റാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് പപ്പടത്തിനെ ഇതുപോലെ ആക്കിയെടുക്കണം. പപ്പടത്തിൻ്റെ എല്ലാ സൈഡിലും വെള്ളം അല്പം തൊട്ട് വച്ച ശേഷം പപ്പടം മടക്കി എടുക്കണം. മടക്കി ഇതുപോലെ ഒട്ടിച്ച് എടുത്ത് വയ്ക്കാം. എല്ലാ പപ്പടവും ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പപ്പട ബജി വളരെ ടേസ്റ്റിയാണ്. ഇനി എണ്ണ ചൂടായ ശേഷം ഓരോ പപ്പടവും എടുത്ത് മാവിൽ മുക്കി എണ്ണയിലിടാം. ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കണം. പപ്പട ബജി തയ്യാറാക്കുമ്പോൾ പപ്പടം നേരത്തെ മാവിൽ മുക്കി വയ്ക്കരുത്. എണ്ണയിലിടാൻ നേരത്ത് മാത്രം മാവിൽ മുക്കിയെടുത്ത് എണ്ണയിലിടാം. ഞാനിവിടെ ഒരു പ്രാവശ്യം 4 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനിയും നല്ലവണ്ണം ചൂടായ ശേഷം ഒരു സൈഡ് പൊള്ളി വരും. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമായ ഈ പപ്പട ബജി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ആ സൈഡ് മൊരിഞ്ഞ ശേഷം വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. ഒന്നും കൂടി തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും നല്ലവണ്ണം മൊരിഞ്ഞ ശേഷം പപ്പട ബജി വാങ്ങാം. ബജി നല്ല മൊരിഞ്ഞ് പരുവമാകുമ്പോൾ നല്ല പൊള്ളി നല്ല വലിപ്പത്തിൽ വരും. മടക്കി ഇടുന്നത് കൊണ്ടാണ് ഇങ്ങനെ. നമുക്ക് മടക്കാതെ വേണമെങ്കിലും ഇടാം. മടക്കാതെ ഇടുമ്പോൾ ഇത്രത്തോളം നല്ലവണ്ണം പൊള്ളി വരത്തില്ല. പപ്പട ബജി തണുത്ത് കഴിക്കുന്നതിനേക്കാൾ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. കാണും പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ മുറിച്ച് കാണിച്ചു തരാം. വൈകുന്നേരം ചൂട് ചായക്കോ കാപ്പിക്കോ ഒപ്പം കഴിക്കാനൊന്നുമില്ലെങ്കിൽ നിങ്ങളും പപ്പട ബജി ഉണ്ടാക്കി നോക്കൂ.